എറണാകുളം കളമശ്ശേരിയിൽ വൈദ്യുതി തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു എന്ന് വരുന്നു. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി കടത്തിവിട്ടു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഏതൊക്കെ ട്രെയിനുകളാണ് ഇപ്പോൾ കടത്തിവിട്ടിരിക്കുന്നത്? മറ്റു ട്രെയിനുകളുടെ സമയക്രമത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഗൂഗിൾ ഏകദേശം 2 മണിക്കൂറോളമാണ് വിവിധ ട്രെയിനുകൾ പലയിടങ്ങളിലായി വൈദ്യുതി തകരാറിനെ തുടർന്ന് പിടിച്ചിട്ടിരുന്നത്. അത് 2 മണിക്കൂറിന് മുകളിലേക്ക് പലയിടങ്ങളിലും പോയി. എറണാകുളത്ത് പ്രധാനമായും 2 ട്രെയിനുകൾ, അതൊന്ന് ജനശതാബ്ദിയായിരുന്നു, മറ്റൊന്ന് കോട്ടയം പാസഞ്ചർ. ഈ 2 ട്രെയിനുകൾ പലയിടങ്ങളിലായി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിൽ ഒന്ന് ജനശതാബ്ദി അല്പസമയം മുമ്പ് ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ച ശേഷം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 2 മണിക്കൂറിലധികം കാത്തു നിൽക്കേണ്ടി വന്നതിന് ശേഷമാണ് ഈ ട്രെയിനുകൾ പുറപ്പെട്ടത് എന്നുള്ളതാണ് ഈ യാത്രക്കാരെ സംബന്ധിച്ചടക്കം ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. അതിന് പുറമെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയാണ് അല്പസമയം മുമ്പ് എടപ്പള്ളി സ്റ്റേഷനിൽ നിന്നും യാത്ര തിരിച്ചത്. ഒപ്പം നിലമ്പൂർ കോട്ടയം പാസഞ്ചർ അത് ഈ എടപ്പള്ളിക്ക് അപ്പുറമുള്ള ഒരു സ്റ്റേഷനിലാണ് പിടിച്ചിട്ടിരുന്നത്. അതും അല്പസമയം മുമ്പ് യാത്ര തിരിച്ചിട്ടുണ്ട്. ഏകദേശം 2.25 മണിക്കൂർ നീണ്ട തടസ്സമാണ് യാത്രയ്ക്ക് നേരിട്ടത്. അത് പ്രധാനമായും ഈ അപ്രതീക്ഷിതമായ മഴയൊക്കെ കാരണം പെട്ടെന്നുണ്ടായൊരു വൈദ്യുതി തടസ്സമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. അത് പരിഹരിക്കാൻ മാത്രം 1 മണിക്കൂറിലേറെ സമയമെടുത്തു. അതാണ് ഇത്രയധികം നേരം ഈ ഒരു തടസ്സത്തിന് കാരണമായത്. ഈ 2 ട്രെയിനുകൾ കൂടാതെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ട്രെയിനുകൾ പിടിച്ചിട്ടിരുന്നു. ആ ഒരു തടസ്സമെല്ലാം നീക്കിയ ശേഷം, പൂർണ്ണമായും ഈ വൈദ്യുതി തടസ്സം നീക്കിയ ശേഷമാണ് ഈ ട്രെയിനുകൾ പൂർണ്ണമായും മടക്കി അയച്ചിട്ടുള്ളത്. പ്രധാനമായും പാസഞ്ചർ ട്രെയിനിലൊക്കെ ദിവസേന ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതാണ്. അവരടക്കം ഏറെ ബുദ്ധിമുട്ടിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊക്കെ ട്രെയിനിൽ കാത്തിരിക്കുന്നവരാണോ? വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നേരമായോ? 6 മണിക്ക് വന്നതാ. മഴ പെയ്തപ്പോഴാണ് കട്ടായത്. ഞങ്ങൾ ഗുരുവായൂർക്കുള്ളവരാ. ട്രെയിൻ ബുക്ക് ചെയ്തതാണല്ലേ? ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യണം. 7:50 ട്രെയിന്. അതിപ്പോൾ 2 മണിക്കൂർ അവിടെ വന്ദേ ഭാരത് ട്രെയിൻ പോയത് പിന്നാലെയാണ് ലൈൻ കമ്പി പൊട്ടി വീണത്. സ്പാർക്ക് എന്തോ വലിയ ദുരന്തമാണ്. കാരണം ട്രാക്കിൽ കമ്പി പൊട്ടി വീണെടുക്കായിരുന്നു ആ മഴയിൽ. 2 മണിക്കൂറായി. 1 മണിക്ക് 6:50 ട്രെയിനിന് പോകേണ്ടവരാണ്. ഇപ്പോൾ സമയം ഇത്രയും ആയിരിക്കുന്നു. അങ്ങനെ പല ആളുകൾ പല സ്റ്റേഷനുകളിലായി ഇതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രധാനമായും ഈ ശക്തമായ കാറ്റിലും മഴയിലുമൊക്കെ ഈ ട്രെയിൻ ഗതാഗതത്തിൽ, ഈ ട്രെയിൻ ട്രാക്കിലേക്ക് വൈദ്യുതി കമ്പി പൊട്ടി വീണതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് യാത്രക്കാരടക്കം പറയുന്നത്. റെയിൽവേ ഇതിലൊരു ഔദ്യോഗിക വിശദീകരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും എന്താണ് കൃത്യമായ കാരണം എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക വിശദീകരണം വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ച ശേഷം ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് യാത്ര വീണ്ടും 2 ട്രെയിനുകളും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷൻ, എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലടക്കം ഒരുപാട് യാത്രക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ്. മണിക്കൂറുകളായി ഇവർ ഈ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചേച്ചി, ഒരുപാട് നേരമായ കാത്തിരിക്കുന്നു? 2 മണിക്കൂറായി. ഞങ്ങൾ 2 മണിക്കൂർ എരിഞ്ഞാലിക്കൂടെ പോകണം. അതെ. വന്നു കഴിഞ്ഞിട്ടാണ്. ചേട്ടാ, എവിടേക്ക് പോകാനാ? മലയാളി ബോംബെ. ചേട്ടാ, എവിടേക്ക് പോകാനാ? ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാനാ. ഇവിടെ വേറെ കുറച്ച് സമയമായി. അതെ. നിങ്ങൾ ഇല്ലല്ല, അതിനു മുമ്പേ ആണെന്ന് അപകടം. ഗൂഗിൾ ഇങ്ങനെ മണിക്കൂറുകളായി ഓരോ റെയിൽവേ സ്റ്റേഷനിലും ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉടൻ പ്രശ്നം പരിഹരിക്കും എന്നുള്ളൊരു ഒരു പ്രതീക്ഷ മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും താൽക്കാലികമായി ഈ പിടിച്ചിട്ട ട്രെയിനുകൾ മാത്രമാണ് ഇപ്പോൾ, അതായത് എടപ്പള്ളി ഭാഗത്ത് പിടിച്ചിട്ട ട്രെയിനുകൾ മാത്രമാണ് ഇപ്പോൾ ഓടിത്തുടങ്ങിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പല സ്റ്റേഷനുകളിലായി പലയിടങ്ങളിലായി ഈ വൈദ്യുതി ബന്ധം തകരാറിലായതിനെ തുടർന്ന് ട്രെയിനുകൾ പലയിടങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി ഓടിത്തുടങ്ങിയാൽ മാത്രമേ ഈ യാത്രക്കാരുടെ ബുദ്ധിമുട്ടിനൊരു പൂർണ്ണമായ പരിഹാരമാവുകയുള്ളൂ. ഗൂഗിൾ. ശരി അശ്വിൻ, ഏതായാലും വലിയ ബുദ്ധിമുട്ടാണ് ട്രെയിൻ യാത്രക്കാർക്കുണ്ടായിരിക്കുന്നത്. എറണാകുളത്തിനും ആലുവയ്ക്കും ഇടയിലായിരുന്നു 2 ട്രെയിനുകൾ പിടിച്ചിട്ടിരുന്നത്. അതിൽ ആ ട്രെയിനുകൾ ജനശതാബ്ദി, തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി കടത്തിവിട്ടെങ്കിലും മറ്റ് സ്റ്റേഷനുകളിലടക്കം പല ട്രെയിനുകളും പിടിച്ചിട്ടിരിക്കുന്നു. അവിടെയൊക്കെയും ആളുകൾ ഈ 2 സ്റ്റേഷനുകൾക്കിടയിൽ മാത്രമല്ല, തെക്കൻ കേരളത്തിലെ പല സ്റ്റേഷനുകളിലും യാത്രക്കാർ ട്രെയിൻ കാത്തു നിൽക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.